മാത്രമല്ല കാരണഭൂതൻ്റെ മുമ്പിൽ പോലും പൂക്കളുള്ള ഷർട്ടിട്ടാണ് അദ്ദേഹം ഹാജരാകുക. അത്രയും ധൈര്യം മുഹമ്മദ് റിയാസിന് പോലും ഉണ്ടാവുകയില്ല. അമ്മായിയപ്പനൊക്കെയാണ്. എന്നാൽ പോലും ഈ കേരള മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ പൂക്കളുള്ള ഷർട്ടിട്ട് പോകാനായിട്ട് പുള്ളിക്ക് ധൈര്യം വന്നിട്ടില്ല. ഇനി പലരും പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ പാത വെട്ടിത്തെളിച്ച ആളാണ് ഗണേഷ് കുമാർ. അദ്ദേഹം 3 തവണ മന്ത്രിയായി. ആദ്യം ആന്റണിയുടെ കൂടെ, പിന്നെ ഉമ്മൻചാണ്ടിയുടെ കൂടെ, ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ. 3 തവണ ഒരു നല്ല മന്ത്രി എന്ന് പേരെടുത്ത ആളാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ സമീപകാലത്ത് KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കട്ടപ്പുറത്ത് നിന്ന് ഇറക്കി റോഡിൽ കൂടി ഓടിക്കാൻ തുടങ്ങിയത് ഗണേഷ് കുമാറാണ്. മാത്രമല്ല എത്രയോ കാലമായി മുടങ്ങിക്കിടന്ന് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയതും ഗണേഷ് കുമാറിൻ്റെ കാലത്താണ്. നേരത്തെ ഹൈക്കോടതിയിലുള്ള ഉത്തരവ് ജസ്റ്റിസ് ദയമൻ രാമേന്ദ്രൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ടാണ് KSRTCയിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ ശമ്പളം പിടിച്ചത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളും വിരോധികളും ഉണ്ട്. മന്ത്രിസഭയ്ക്ക് അകത്തുമുണ്ട് പുറത്തുമുണ്ട്.